വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. ഒരാൾ പാരത്രിക ജീവിതത്തിന്റെ സമ്മാനമാണ് മോഹിക്കുന്നതെങ്കിൽ, പരലോകത്ത് ലഭ്യമാകുന്ന നേട്ടങ്ങളാണ് മനസ്സിലുള്ള മോഹമെങ്കിൽ, മൻ കാന യുരീദു ഹർസൽ ആഖിറ, പരലോകത്ത് ലഭിക്കുന്ന വിഭവങ്ങളാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ ആഗ്രഹങ്ങളിലും അതുമൂലം ലഭിക്കുന്ന വിഭവങ്ങളിലും നാം വർധനവ് നൽകുന്നതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ നൽകുന്ന വിശദീകരണം എന്താണ്? പരലോകമാണ് ഒരാൾ മോഹിക്കുന്നതെങ്കിൽ, പരലോക വിജയമാണ് ഒരാളുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ, ആ ആഗ്രഹം അല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ആഗ്രഹം ഇങ്ങനെ അല്ലാഹു അവന്റെ മനസ്സിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും. പരലോകം നേടാനുള്ള, വിജയം നേടാനുള്ള മോഹം അതവന്റെ മനസ്സിലിങ്ങനെ ഏറിയേറി വരും. അതല്ലേ സ്വഹാബത്തിന്റെ മനസ്സിൽ അല്ലാഹു നൽകിയത്? പരലോക വിജയം നേടലായിരുന്നുവല്ലോ ലക്ഷ്യം. അതിനെ എല്ലാം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നു, എല്ലാം സമർപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. എന്ത് ത്യാഗവും പ്രയാസവും സഹിക്കാൻ അവർ ഒരുക്കമായിരുന്നുവല്ലോ. സഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും എന്തേ കാര്യം? പരലോകത്തെ കുറിച്ചുള്ള മോഹം അവരുടെ മനസ്സിൽ അല്ലാഹു ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്. പരലോകത്ത് എനിക്ക് സമാധാനം ഉണ്ടാകണം, അവിടെ വിജയിക്കണം, അതിന് എന്ത് ത്യാഗവും ചെയ്യാനുള്ള മനസ്സ് അവർക്ക് ഏറി വരികയാണ്. അതുപോലെ തന്നെ അങ്ങനെ പരലോകത്തിൽ വിജയം കിട്ടാനുള്ള പ്രവർത്തനങ്ങളും കൂടും. മോഹമേറുമ്പോൾ അത് നേടിയെടുക്കാനുള്ള പ്രവൃത്തികൾ വർദ്ധിപ്പിക്കും. അതിലൂടെ അല്ലാഹു അവന് പരലോകത്തിന്റെ വിജയം സമ്മാനിക്കുകയാണ്. എന്നാൽ നേരെ എതിരായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ഒരാൾ ദുന്യാവിന്റെ നേട്ടമാണ് മനസ്സ് മോഹിക്കുന്നതെങ്കിൽ, ഈ ഭൂമിയുടെ മുകളിൽ കിട്ടുന്ന വിഭവങ്ങളാണ് അവന്റെ കൊതിയെങ്കിൽ, അവന്റെ ലക്ഷ്യമെങ്കിൽ, വമാ നൂതിഹി മിൻഹാ, അവൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നാം അവന് നൽകും. ദുന്യാവിന്റെ മുകളിൽ അവൻ കൊതിക്കുന്നത് കൊടുക്കും. സമ്പത്ത് മോഹിച്ചാൽ സമ്പത്ത് അവന് കൊടുക്കും. മറ്റു വല്ലതുമാണ് മോഹിച്ചതെങ്കിൽ അത് നൽകും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ കൈ ശൂന്യം.